ടെക്കിന് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ 8ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ ഹൈസ്കൂളായി, അതുകൊണ്ടാണ് ഒന്നാമത്. പിന്നെ നമ്മൾ ഇന്ന് വീഡിയോ ഇടാതെന്താ വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നിതാ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അതുമായി കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തിൽ ബെല്ലൈക്കൺ കൂടി ഒന്നേ വിളിക്കുക. അപ്പോഴാണ് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനെ ലഭിക്കുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീട് എന്താ വെച്ചാൽ നമ്മളെ ഫാൻറ്റലിൻ്റെ മുട്ടയും സിറാസ് ക്രോസിൻ്റെ മുട്ടയും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളെ ആദ്യമുള്ള ആ കുട്ടി ഉണ്ടായിരുന്നില്ലേ, നമ്മൾ എന്താ ജോഡിയാക്കിയേ, അതിൻ്റെ ഫസ്റ്റ് ഒരു മുട്ട ഇട്ടിരുന്നു. എന്നിട്ട് അത് പൊട്ടിപ്പോയിട്ടോ. എന്നിട്ട് പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്, ആകെ ഒരു മുട്ട. അപ്പോൾ ഇവർ ഒരു കുട്ടീനെ മാത്രമേ കേട്ടോ നല്ല നോക്കുള്ളൂ. അതുകൊണ്ട് ഇന്നലെ അല്ലേ മിഞ്ഞാന്ന് 2 മുട്ട ഇട്ടു. അപ്പോൾ ഒരു മുട്ട ഞാൻ എടുത്തിട്ട് സിറാസ് ക്രോസിൻ്റെ കൊണ്ടുപോയിട്ടു കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ ഇരിക്കുന്നതിൽ ഒരു മുട്ടയാണ് കേട്ടോ ഉള്ളത്. ഒന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ ഇതാണ്ടോ ഒരു മുട്ടയുള്ളൂ കേട്ടോ. മറ്റേ മുട്ട നമ്മൾ എന്താക്കി വെച്ചാൽ ഇവൻ്റെ മുട്ട എന്തായാലും പൊട്ടിപ്പോയായിരുന്നു. എന്താ കാണിച്ചു തരാം. എന്താ ഒരു മുട്ട 2 മുട്ട ഇട്ടിരുന്നു. അപ്പോൾ ഒരു മുട്ട പൊട്ടിപ്പോയി. അതുകൊണ്ട് നമ്മളെ ഫാൻറ്റലിൻ്റെ ഒരു മുട്ട നമ്മൾ അതിലേക്ക് ഇട്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഫ്രണ്ട്സ്, ആ വലിയ മുട്ടയാണ് ഫാൻറ്റലിൻ്റെ, ചെറിയ മുട്ട ഈ വലുതാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും. സംശയമാണ് ഫാൻറ്റലിൻ്റെ മുട്ടയും നാടൻ പ്രാവിൻ്റെ മുട്ടയും മാറ്റി വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ ഇവൻക്ക് നമ്മളെ ഫാൻറ്റലിൻ്റെ മുട്ട നമ്മൾ വെച്ചു കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാൻറ്റലിൽ 2 മുട്ട ഇട്ടാലും നോക്കൂല. ഇതുണ്ടോ, നോക്കാത്ത അവസ്ഥയാണ് കേട്ടോ ഇത് കാണണേ. ഇത് ഫീമെയിലാണ് കേട്ടോ. എന്ത് ചെറുതാണ് നോക്കിയോ ഫീമെയിൽ. മെയിലിനെ നോക്കി നോക്കി, നല്ല വലുപ്പമുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിക്കോട്ടോ. ഇതുണ്ടോ കരച്ചിലുണ്ടോ, കുറുകലും ഒന്ന് പുറത്ത് നല്ല കുറുകലും മറ്റേത് ചെറുതാണ് കേട്ടോ. ഇതുണ്ടോ ഇവൻ്റെ എത്ര ആയിക്കുണ്ട്. പിന്നെ നമ്മളെ എല്ലാ കൂട്ടിലും ഇതേപോലെ ബൾബ് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ രാത്രിക്ക് കയറി വരുമ്പോൾ ഒരു ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 കണക്റ്റ് കൊടുക്കാനുള്ള പോർട്ടുണ്ട്. നമുക്ക് ഇവിടെ ബൾബ് ഇട്ട് കൊടുക്കണം, ഇവിടെ ബൾബ് ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബൾബ് വേണം കേട്ടോ. ചൂട് അത്യാവശ്യം ചൂട് വേണം. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബൾബ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മളെന്തായാലും ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇതുണ്ടോ വേറെ കുട്ടിയുണ്ടോ, ഒരേ വലുപ്പമാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല, ഒരേ വലുപ്പമാണ്. കാണിച്ചു തരാം. ഉണ്ടോ നാടൻ പ്രാവിൻ്റെ കുട്ടികൾ നല്ല ഉരുണ്ടിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. നമ്മളെ ഫാൻറ്റലിൻ്റെ കുട്ടികളെന്ന് പറയുമ്പോൾ കണ്ടോ ചെറുതാണ്. അതെന്താ വെച്ചാൽ ഇറ്റങ്ങൾ നല്ല പോഷക ആഹാരം കൊടുക്കില്ല. ഇവർ പറയുന്നത് ചെളി, കല്ല്, മണ്ണ്, നമ്മൾ എന്ത് ചെയ്യുന്നു ഇതേപോലത്തെ കട്ടപ്പൊടിയൊക്കെ നല്ല തിന്നും. അതുകൊണ്ടാണ് ഇറ്റങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉള്ളത്. ഇറ്റങ്ങളും അങ്ങനെ ഒന്നും തിന്നൂല. ഇവർക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്ന ഗോതമ്പ്, മുത്താരി, പിന്നെ ചെറുപയർ അങ്ങനത്തെ അല്ലാണ്ട് വേറെ ഒന്നും തിന്നൂല. ഇടയ്ക്കൊന്നും കാണുമ്പോൾ പോയി കൊത്തി കളിക്കുന്നല്ലാണ്ട് വേറെ ഒന്നും തിന്നൂല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. അത് വിരിയുമ്പോൾ ഉള്ള ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. എല്ലാവരും പ്രാവിനെ വളർത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും പ്രാവും കൂടെ വൃത്തിയാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇല്ലേ പ്രാവും കൂടെ നല്ല ഫിനിഷായിട്ട് നല്ല വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇറ്റങ്ങൾക്ക് പേൻ ശല്യം, പിന്നെ ഇറ്റങ്ങൾക്ക് ഒരു സൈസ് താരനുണ്ട്, ആ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇതാണ്. പെട്ടെന്ന് നമ്മളെ ബേബീസൊക്കെ വേഗം ചാവും കേട്ടോ. അതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ ഫുൾ കൂട് വൃത്തിയാക്കണേ. അടി വൃത്തിയാക്കും. പിന്നെ ഇതുണ്ടോ ഇവിടെ ഫുൾ തോലൊട്ടി പിടിച്ചത്. ഇത് ഞങ്ങൾ 3 ദിവസം കൂടുമ്പോൾ എന്താ നമ്മൾ വൃത്തിയാക്കും. പിന്നെ ഇതുണ്ടോ ഇതാണ് ഇതുണ്ടായിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടോ. 2 മാസമായിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളിയല്ലടാ. ഇതുണ്ടോ ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇത് മെയിലാണേ. അതിങ്ങനെ പറന്ന് നടക്കും. ഇച്ചങ്ങൾക്ക് എന്താ ഞാൻ പിടിക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ നമ്മളെ ഫാൻറ്റലിനെ പിടിച്ച് നമ്മൾ കൂട്ടിലിട്ടു കേട്ടോ. ഇത് ഭയങ്കര വില്ലനാണ്. ഇതുണ്ടോ ഭയങ്കര കുറുകലാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് മെയിലാണ് കേട്ടോ. അപ്പം ഇറ്റങ്ങൾക്കൊന്നും നല്ല വെയിറ്റ് ഇല്ല. ആകെ വെയിറ്റ് ഉള്ളത് ഏതാ വെച്ചാൽ ഇതാ കാണിച്ചാൽ ഇതാ ഇവർക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഫാൻറ്റൽ പ്രാവിന് ബേബീസിന് നല്ല വെയിറ്റ് കൊടുക്കണം. എന്താ വെച്ചാൽ ഇറ്റങ്ങൾ അധികം പറക്കാൻ പാടില്ല. ആദ്യം നന്നായി പറക്കുന്നില്ല, മറ്റേത് ആദ്യം നല്ല പറക്കുന്നു. ഇപ്പോൾ നമ്മൾ നല്ല തീറ്റ കൊടുത്തത് കൊണ്ട്
കുഴപ്പമില്ലാണ്ട് എന്താ നമ്മളെ തലേൻ്റെ ഹൈറ്റിലപ്പോൾ പറക്കുള്ളൂ. അങ്ങനെ ആക്കണം കേട്ടോ ഫാൻറ്റെയിലിനെ. പിന്നെ ഇവർക്ക് എന്ന് പറയുമ്പോൾ എന്ത് വലിയ ഇഷ്ടമുള്ളതാ തിന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവർ പറയുമ്പോൾ അരമണിക്കൂറൊക്കെ മേഘം ആകാശത്ത് കൂടിയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും. അപ്പോൾ ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഇതേപോലെ ഫുൾ പച്ചനെറ്റ് കിട്ടിയിട്ട് ഫുൾ ഏവരി ആക്കി കൂടെയെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നോക്കട്ടെ, പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് എന്ത് രേഖപ്പെടുത്തിയാലും നമ്മൾ അതിനുള്ള ആൻസർ തരുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ കേട്ടോ. ഇനിയും നല്ല പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ രമേശ് അപ്പോൾ ഇസ്മി റൈസ് സൈനിങ് ഔട്ട്.